നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ശ്ലോകം ജപിച്ചാൽ സകല വിധത്തിലുള്ള ഐശ്വര്യവും മംഗളങ്ങളും കൈവരും. കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത്? സത്യമായ കാര്യമാണ്. ഈ വീഡിയോ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും ദേവീ മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്നവരാവും. പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. അതിന് എന്താ വേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദേവീ മഹാത്മ്യം ജപിക്കുന്നത് മൂലം ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങും, ഐശ്വര്യം കൈവരും, ആദിവ്യാധികൾ ശമിക്കും, മൃത്യുദോഷങ്ങൾ വരെ അകന്നു പോകുമെന്നാണ് പറയുന്നത്. ഭക്തരുടെ നിത്യദുഃഖങ്ങളെയെല്ലാം ഏറ്റെടുക്കുന്ന മഹാമായയെ സർവവ്യാധി പ്രശമനി, സർവമൃത്യു നിവാരിണി, മൃത്യുദാരു കുടായിക, അതായത് മരണത്തെ മുറിച്ചു മാറ്റുന്ന മഴു എന്നെല്ലാം ലളിതാ സഹസ്രനാമത്തിൽ പ്രകീർത്തിക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമം വായിക്കുന്നവർക്ക് ഈ വരികളെല്ലാം അറിയുന്നുണ്ടാവും. കുറച്ച് പേരുടെ സംശയമാണ്, ഞാനിതെല്ലാം ചൊല്ലുമ്പോൾ തെറ്റുപറ്റുമോ? എനിക്കിത് ചൊല്ലാൻ അറിയില്ലല്ലോ, സംസ്കൃതത്തിലല്ലേ. നമുക്ക് തെറ്റുപറ്റാം, ആദ്യം തെറ്റുകൾ പറ്റും. തെറ്റിൽ നിന്നല്ലേ എല്ലാവരും ശരി പഠിക്കുന്നത്. അമ്മയെ ഗുരുവായി സങ്കല്പിച്ച് മനസ്സിൽ അമ്മയെ ധ്യാനിച്ച് നിത്യവും ജപിച്ചു നോക്കൂ. തെറ്റുകുറ്റങ്ങളെല്ലാം അമ്മ പൊറുക്കും. തെറ്റുപറ്റിയാലും അമ്മ പൊറുക്കും. ഇനി അഥവാ തെറ്റു പറ്റിയാലും ഇതെല്ലാം ജപിച്ചതിന് ശേഷം അമ്മയോട് അമ്മയെ തെറ്റുപറ്റി പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാലും മതി. അങ്ങനെ തന്നെയല്ലേ എല്ലാ ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കാൻ തുടങ്ങുക. നിങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല. പിന്നെ രാവിലെ നേരത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വേണം ജപിക്കാൻ. വൈകുന്നേരങ്ങളിലാണെങ്കിൽ പടിഞ്ഞാട്ട്. ഇതേവർക്കും അറിയാം, ഞാൻ അറിയാത്തവർക്കായി പറഞ്ഞു എന്ന് മാത്രം. ജീവിതത്തിലെ തിരക്കുകളും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം സമയക്കുറവുള്ളവർക്കാണ് ഇനി പറയുന്നത്. ദേവീ മഹാത്മ്യത്തിലെ ഒരൊറ്റ ചരിതം മാത്രമേ നിത്യവും പാരായണം ചെയ്യാൻ കഴിയുകയുള്ളൂ എങ്കിൽ അത് മധ്യമ ചരിതമായിരിക്കണം. ഒരു അധ്യായമേ പാരായണം ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ അത് 11-ാം അധ്യായമായിരിക്കണം. ഇതിനൊന്നും സാധ്യമല്ല, ഒരു ശ്ലോകം മാത്രമേ ജപിക്കാൻ സൗകര്യമുള്ളൂ എങ്കിൽ അത് 11-ാം അധ്യായത്തിലെ 585-ാമത്തെ ശ്ലോകമായ നാരായണീ സ്തുതിയിലുള്ള സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന ശ്ലോകമായിരിക്കണം. ഈ ഒരു ശ്ലോകത്തെക്കുറിച്ചാണ് വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞത്. സർവമംഗളപ്രദായകവും പുരുഷാർത്ഥ ലഭ്യതയും സകലവിധ ഐശ്വര്യലബ്ധിയും ഈ ശ്ലോകത്തിൻ്റെ നിരന്തരമായ ജപത്തിലൂടെ കൈവരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ദേവീ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ശ്ലോകം എഴുതി വച്ചിരിക്കുന്നത് ഏവരും കണ്ടിരിക്കുമല്ലോ. ഈ ഒരു ശ്ലോകം നിത്യവും 9, 21, 41, 108 തവണ ജപിക്കാൻ സാധ്യമെങ്കിൽ അത്രയും വിശിഷ്ടം. ഈ ശ്ലോകം നിരന്തരം ജപിച്ചു കൊണ്ടിരുന്നാൽ ദേവീ കൃപ നമ്മളെ ഒരിക്കലും വിട്ടുപോവുകയില്ല. സർവ്വസിദ്ധികളും ലഭിക്കുകയും ചെയ്യും.